ഞാളാംകുറിശി പാടശേഖരത്തിൽ മുണ്ടുപാലം തോട് കരകവിഞ്ഞൊഴുകി. ഏക്കർ കണക്കിന് ചേനകൃഷിയും കുലച്ച വാഴകൃഷിയും വെള്ളം മൂടി നശിച്ചു. നിരവധി തവണ തോടിന്റെ സംരക്ഷണ ഭിത്തി ഉയർത്തി കൃഷിക്കാരെ രക്ഷിക്കണമെന്ന് പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് CPI ലോക്കൽ സെക്രട്ടറി കെ ഹരിദാസും പാടശേഖര സെക്രട്ടറി വി രാധാകൃഷ്ണനും പറഞ്ഞു. ഞാളാംകുറിശി പാടശേഖരത്തിന്റെ ഒരു ഭാരവാഹിയാണ് ഞാൻ. ഈ ഞാളാംകുറിശി പ്രദേശത്തെ ഈ തോടിന്റെ ഭിത്തി എകരല്ലാത്തതുകൊണ്ട് വെള്ളം മറിഞ്ഞ് പാടശേഖരം മൊത്തം നശിച്ചു പോകുന്ന ഒരു രൂപമാണ് ഇവിടെ കാണുന്നത്. വാഴയിലും വെള്ള ചേനയിലും വെള്ള ഇടവിള കൃഷി ചെയ്യുമ്പോൾ പിന്നെ രണ്ടാമത് വിള നെൽകൃഷിയാണ് ചെയ്യുന്നത്. ഇതിനിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടാണ് ഈ കൃഷി ചെയ്തത്. അതിങ്ങനെ നാശം വന്നിട്ട് സംഭവിച്ച എല്ലാ കർഷകരും വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് പല പ്രാവശ്യം ഈ കാര്യങ്ങൾ ഉന്നയിക്കണം. റോഡിൻ്റെ ഭിത്തി കോൺക്രീറ്റ് ചെയ്തിട്ട് ഉയർത്തിയാലാണ് ഈ വെള്ളം റോട്ടിൽ നിന്ന് മറിയാതിരിക്കുള്ളൂ. അതിന് ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ കാര്യങ്ങളോ കൃഷി ഭവനിലും കാര്യങ്ങളൊക്കെ എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നത് ഇത് പല പ്രാവശ്യം കണ്ടതുമാണ്. ഇതിനൊരു നിവാരണം ഇതുവരേക്കും ഉണ്ടായില്ല. അതിന് നല്ലൊരു നിവാരണം ആക്കി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കണം. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.